ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി കാസ്റ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകളെ കുറിച്ചൊരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ വിളിച്ചു ചോദിച്ച ഒരു കാര്യം, കാസ്റ്റ് സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതോടൊപ്പം തന്നെ SC/ST വിഭാഗത്തിന് ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് മാത്രം മതിയോ അല്ല കൂടുതൽ വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു വീഡിയോ ചെയ്യാൻ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് രണ്ടും ജാതി സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് OBC വിഭാഗത്തിനാണ് പറയുന്നത്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST വിഭാഗത്തിനാണ് പറയുന്നത്. രണ്ടും ജാതി സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഓക്കെ, ഇതിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്താവശ്യത്തിനാണെങ്കിലും താലൂക്ക് ഓഫീസറാണ്, തഹസിൽദാറാണ് ഇഷ്യൂ ചെയ്യുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ വില്ലേജ് ഓഫീസർ അതല്ലെങ്കിൽ തഹസിൽദാർ ആവശ്യത്തിനനുസരിച്ച് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ആവശ്യമായ ഡോക്യുമെന്റ് അതുപോലെ തന്നെ വേണം. സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, സ്ഥലത്തിന്റെ നികുതി ഷീറ്റ്, രക്ഷിതാക്കളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ്. അതോടൊപ്പം തന്നെ ഇത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ആവശ്യമുള്ള അതേ സംഭവം തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ SC/ST പ്രൊമോട്ടർമാരുണ്ടാവും. ഏത് വിഭാഗമാണോ അതിൻ്റെ പ്രൊമോട്ടർമാരുണ്ടാവും, അവരുടെ ഒരു ലെറ്ററും കൂടി വേണം. ഓക്കെ, SC പ്രൊമോട്ടർ അല്ലെങ്കിൽ ST പ്രൊമോട്ടർ ഒരു ലെറ്ററും കൂടി വേണം. ഇനി രണ്ട് കാസ്റ്റിലാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ OBC വിഭാഗത്തിലാണ്, പിതാവ് OBC വിഭാഗത്തിലാണ്, മാതാവ് SC അല്ലെങ്കിൽ ST വിഭാഗത്തിലാണ്. അങ്ങനെയാണെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് ആവശ്യപ്പെടാം, ഇവരിപ്പോൾ ജീവിക്കുന്നത് SC അല്ലെങ്കിൽ ST വിഭാഗത്തിൻ്റെ ആചാരാനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവരുടെ ബന്ധുക്കളല്ലാത്ത രണ്ട് അയൽവാസികളുടെ, ഇവരുടെ നേരെ ബന്ധുക്കളല്ലാത്ത രണ്ട് അയൽവാസികളുടെ സത്യവാങ്മൂലം, അതന്നെ കറക്റ്റ്, സത്യവാങ്മൂലം കൂടി എഴുതിയെടുത്തിട്ട് അത് വില്ലേജ് ഓഫീസർ മുമ്പാകെ പോയിട്ട്, വില്ലേജ് ഓഫീസർ മുമ്പിൽ തന്നെ അവരാണ് അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരിക. അത് അതുപോലെ ഒന്നുകിൽ വില്ലേജ് ഓഫീസർ എഴുതരും, അതല്ലേ പിന്നെ ആരാണ് പോകുന്നത് അവർ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ എഴുതി വില്ലേജ് ഓഫീസർ അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ സംഭവം പൂർത്തീകരിക്കപ്പെടും. ഓക്കെ, അതിനുശേഷമാണ് അത് താലൂക്കിലേക്ക് പോയിട്ട് വെരിഫൈ ആവുക. കാരണം വെച്ചാൽ SC/ST വിഭാഗത്തിന് ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. അത് കിട്ടാൻ യഥാർത്ഥ അർഹമായ ആളുകളിലേക്ക് തന്നെ എത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിബന്ധന ഉള്ളത്. ഓക്കെ, അത് വേറെ ആൾക്കും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഏത് കാസ്റ്റിൽ വേണമെങ്കിലും ജീവിക്കാമല്ലോ. അതുകൊണ്ടാണ് അവിടെ ഒരു കാര്യം അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അറിവിലേക്കായി മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.